ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് യാത്ര പോവുകയാണ്. നാഗർകോവിൽ വരെയാണ്. അവിടെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അമ്മയും അച്ഛനും വിഷ്ണുചേട്ടനും ഞാനുമാണ് പോകുന്നത്. നമ്മൾ രാവിലെ ഒരു 5:45 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു. നല്ല മഴയായിരുന്നു. എങ്ങനെ പോകാം, അങ്ങോട്ട് പോകും തോറും മഴയുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയത്തൊന്ന് മഴ തോർന്നു വന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം നാഗർകോവിൽ നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണ് ചെറുത്. ഈ മഴ പെയ്ത് അവിടെ ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് യാത്രയ്ക്കൊന്നും ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7:30 മണിയോടെ നാഗരാജ ക്ഷേത്രത്തിലെത്തി. അപ്പം നന്നായിട്ട് ഒരുപാട് തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു തൊഴാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കൊടുക്കാനായിട്ട് ഒരു തട്ടം ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്ത് നാഗങ്ങളുടെ ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കാണുന്ന ഈ ആലിന് ചുറ്റും അതിനകത്ത് നമുക്ക് തന്നെ അവിടെ നാഗപ്രതിഷ്ഠകളുടെ ഒരു ധാരാളം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് തന്നെ മഞ്ഞൾപ്പൊടി പാലും അഭിഷേകം നടത്താനായിട്ട് സാധിക്കും. ഞങ്ങളത് വാങ്ങിച്ചു നടത്തി. പിന്നെ അകത്തൊഴുതു. തിരക്കില്ല, നന്നായിട്ട് തൊഴാൻ സാധിച്ചു. തൊഴുതിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തത്. നമുക്ക് അർച്ചനയ്ക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. പോറ്റിയുടെ അവിടെ പേരും നാളും പറഞ്ഞു കൊടുത്താൽ മതി. അവർ അർച്ചന നടത്തി നമുക്ക് പ്രസാദം തിരിച്ചു തരും. അങ്ങനെ ഞങ്ങൾ പ്രസാദം നന്നായി തൊഴുതു. ഞങ്ങൾ അവിടെ നേരെ വേളിമലയിൽ മുരുകൻ ടെമ്പിൾ അമ്പലത്തിലാണ് പോയത്. അവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് പോയത്. അവിടേക്ക് പടി കയറി വരുന്ന വഴിയും വണ്ടി വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വണ്ടി വരുന്ന വഴിയിൽ കൂടെയാണ് വന്നത്. ഇതിന് മുന്നേ പോയപ്പോൾ പടി കയറിയാണ്. ചുറ്റും കാണാൻ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. നല്ല കാറ്റാണ് അവിടെ നിൽക്കുമ്പോഴായിട്ട് അനുഭവപ്പെടുന്നത്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. അമ്പലത്തിനകത്തൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ചുറ്റുമേ നടന്ന് ചെറിയ വീഡിയോസൊക്കെ എടുത്തു. നന്നായിട്ട് തൊഴാൻ സാധിച്ചു. ഇതാണ് പടി കയറി വരുന്നത്. ഇതിലെയാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് പോയപ്പോൾ ഈ വഴിയാണ് വന്നത്. പിന്നെ നന്നായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു. വലിയ തിരക്കൊന്നുമില്ലാതെ തൊഴാനും സാധിച്ചു. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ തന്നെ കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. കാറ്റായതുകൊണ്ട് നമ്മൾ നിൽക്കാനായിട്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഞങ്ങൾ കാപ്പി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു, ഇഡലിയും ചമ്മന്തി. അപ്പം ഞങ്ങളത് അവിടെ വെച്ച് കഴിച്ചു. അപ്പോൾ അവിടെ വെച്ച് കാപ്പി കുടിച്ചിട്ട് കുറച്ച് ബ്രേക്ക് എടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചത്. അവിടെ നമ്മൾ നേരെ പോയത് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ടെമ്പിളാണ്. ആദ്യമായിട്ടാണ് ആ അമ്പലത്തിൽ പോകുന്നത്. അവിടെ അനന്തശയനമാണ് പ്രതിഷ്ഠ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ അതുപോലെ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ അവിടെയും വീഡിയോസൊന്നും അകത്ത് എടുത്തുകൂടായിരുന്നു. അപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു. പുറത്തുള്ള ചെറിയ വീഡിയോസാണ് എടുത്തത്. നന്നായി തൊഴാൻ പക്ഷേ തിരക്ക് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള തിരക്കൊന്നും അവിടെ ഇല്ല. നന്നായിട്ട് തൊഴാൻ പറ്റി. അതുപോലെ 3 വാതിലിൽ കൂടെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാല്, ഉടൽ, തല അങ്ങനെ കാണുന്നത്. പിന്നെ അത് സ്വർണം പൂശിയിട്ടില്ല, കല്ല് കൊണ്ടുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. നന്നായിട്ട് തൊഴാൻ സാധിച്ചു. പിന്നെ ചുറ്റും നല്ല കാറ്റായിരുന്നു അവിടെ. നമ്മുടെ ചുറ്റും ആ അന്തരീക്ഷം മൊത്തം പത്മനാഭസ്വാമി ക്ഷേത്രം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അവിടെയും കാണാനായിട്ട്. അകത്തുള്ള ഉപദേവങ്ങളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവിടെയും തൊഴുതു. നമ്മൾ അവിടെ നിന്ന് തൃപ്പരപ്പ് വന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം വാട്ടർഫാളിലൊന്നും ഇപ്പം അവിടെ ഇറക്കുന്നില്ല. എങ്കിലും അമ്പലത്തിൽ തൊഴുതു. ശിവക്ഷേത്രമാണ് അവിടെ. അത് സാധാരണ നമ്മൾ ശിവാലയോട്ടത്തിനൊക്കെ പോകുന്ന ആ സമയത്തൊക്കെയാണ് തിരക്കുള്ളത്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഉത്സവ സമയത്തൊക്കെ തിരക്ക്. ഇന്നിപ്പോൾ നമ്മൾ പോയപ്പോൾ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ നടന്ന് കുറച്ച് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഇങ്ങനെ ഇരിക്കാനും. പിന്നെ കോവിലിൻ്റെ അകത്തുനിന്ന് തന്നെ ആറിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു നടയിൽ കൂടി ഇറങ്ങുമ്പം അതായത് വാട്ടർഫാളിൻ്റെ അവിടെയല്ല, അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ കരയിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. ഇപ്പോൾ വാട്ടർഫാളിൻ്റെ അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മൾ താഴേക്ക് നിൽക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ വെള്ളം ഒത്തിരി ഒഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം അവിടെ പോകാനായിട്ട് സാധിക്കില്ലായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആൾക്കാർക്ക് കാണാമെന്നാണ് അവരോട് പറഞ്ഞത്. നമ്മൾ ആ വഴി പോയില്ല. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് അവിടെ കൂടെയാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ തിരിച്ച് വറ്റലൊക്കെ ഉണ്ടാക്കുന്ന ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വറ്റലൊക്കെ വാങ്ങിച്ചു വണ്ടിയിൽ നിന്ന് കഴിക്കാനായിട്ട്. തിരിച്ച് ഉച്ചയോടെ നമ്മൾ 1 മണിയോടെ തന്നെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വളരെ നല്ലൊരു ദിവസവും നല്ലൊരു യാത്രയുമായിരുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.